ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് കർത്താവിൻ്റെ വചനവുമായി വീണ്ടും തിരുവെഴുത്തിലൂടെ ആത്മീക സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ പരിശുദ്ധനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന അസുലഭമായിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങൾ, രാവിലെ തോറും എനിക്ക് ലഭിക്കുന്ന ഈ അല്പസമയം എൻ്റെ ജീവിതത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും സന്തോഷം നിർവൃതിയുള്ള നിമിഷങ്ങളാണ്. പതിനായിരക്കണക്കിന് ആളുകൾ കേൾക്കുന്ന കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ ഒത്തിരി പേരുടെ ഹൃദയത്തിൻ്റെ ഉറപ്പിനും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കേണ്ടതിനും ജീവിതം അടുത്ത പലർക്കും ഒരു അത്താണിയായി, ഒരു കോവണിയായി സർവശക്തനായ ദൈവം പിടിച്ചു കയറാൻ ദൈവത്തിൻ്റെ കരുണയും കൃപയും പകർന്നു കൊടുക്കുന്ന ധന്യ നിമിഷങ്ങൾക്ക് ദൈവമായ കർത്താവ് തരുന്ന അവസരം ഉപയോഗിക്കാൻ ഇങ്ങനൊരു മുഖാന്തരം ദൈവം എനിക്ക് തന്നതോർത്ത്, ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ദൈവം പാകമാക്കിയതോർത്ത് ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കരയറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരാവേശമാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന വന്ദനം എൻ്റെ രക്ഷകൻ്റെ നാമത്തിൽ നൽകിക്കൊണ്ട് ഞാൻ ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം, ആ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഞാൻ തിരക്കിലാണ്, ഡെയിലി ബിസിയാണ്, വെരി ബിസി. തിരക്ക് നല്ലതാണ്. ഒരു പരിപാടിയില്ലാതെ ബോറടിച്ച് വീട്ടിൽ ഉഴപ്പി തല്ലിയിരിക്കുന്നത് അതിനോടത്തോളം ഗതികെട്ടൊരു പരിപാടി വേറെ ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പരിപാടിയില്ലാതെ വെറുതെ പത്രം വായിച്ച് TV കണ്ട് ചുമ്മാ ഈ സീരിയലും അതും ഇതെല്ലാം കണ്ട് വെറുതെ മെനക്കെട്ടിരിക്കുക. ഒരു പണിയില്ല, ഒരു പരിപാടിയില്ലാതെ ചുമ്മാ മുരടിച്ച് തഴമ്പിച്ച് ഒതുങ്ങിയിരിക്കുന്നത്, അയ്യോ, ജീവിതം പാഴാക്കുക. തിരക്ക് നല്ലതാണ്. ഞാൻ ദൈവത്തോട് പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, ഒരു നിമിഷം പോലും വെറുതെ വീട്ടിലിരിക്കേണ്ട സ്ഥിതി വരല്ലേ. കർത്താവിന് വേണ്ടി ഒരു കുതിരയെപ്പോലെ ഓടാൻ ദൈവമായ കർത്താവിനേക്ക് കൃപ തരണേ. ചുമ്മാ ഇരുന്ന് ബിസിയാകാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോഴാണ് ബിസിയാകുന്നത്? നമ്മൾ പല കാര്യത്തിൽ എൻഗേജഡ് ആകുമ്പോഴാണ്, നമ്മളെ പലർക്ക് ആവശ്യമായി വരുമ്പോഴാണ്, നമ്മളെ പലരും പല കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ്, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്വത്തോടെ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ തിരക്കാവുന്നത്. ആരും നമ്മളെ ഒന്നും ഏൽപ്പിക്കാനില്ല, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ആരെക്കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വമില്ല. അയ്യടാ, മിടുക്കനാകാം. ഒരു പരിപാടിയില്ല, ചുമ്മാ കൈ കിടന്ന കാശും കൊണ്ട് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. പണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ പറയുമായിരുന്നു, ഹോട്ടലിൽ നിന്ന് കഴിപ്പും ബസ് സ്റ്റാൻഡിൽ കിടപ്പും, വീടുമില്ല, കൂടുമില്ല, ആരുമില്ല, ഒന്നുമില്ല, എന്ത് സുഖമാണെന്നറിയാമോ? അയ്യോ, അത്രയും പാഴായ ജീവിതം വേറെയില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും, ആദ്യം ഞാൻ ഇങ്ങനെ പറയാം, ലൈഫിൽ ഒത്തിരി തിരക്കാണ്. ഇവിടെ പൗലോസ് രാവിലെ മുതൽ ഓട്ടമാണെന്നുള്ളതല്ല, ചിന്താഭാരം എന്ന തിരക്ക്. ചിന്താഭാരം എന്നുള്ള തിരക്ക് എവിടെ ആയിരിക്കും? തൻ്റെ ബ്രെയിന് ഒരു സമയം റെസ്റ്റില്ല. എപ്പോഴും സഭകളെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച്, അവരുടെ നിലനിൽപ്പ്, ഉറപ്പ്, അവർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, ദുരുപദേശക്കാരും വഞ്ചകരുമായിരിക്കുന്ന ആളുകൾ കർത്താവ് തൻ്റെ ചോര കൊണ്ട് സമ്പാദിക്കുകയും കർത്തൃദാസന്മാർ കഠിനാധ്വാനം ചെയ്ത് നിലനിർത്തുകയും ചെയ്തിരിക്കുന്ന സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ കുത്തി നിറച്ച് അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് പോലെ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നത് ഓർക്കുമ്പോൾ പൗലോസിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ആത്മാക്കളെ നേടുന്നതിനേക്കാൾ പാടാണ് അവരെ നിലനിർത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കൃപയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നിൽക്കുന്നെങ്കിൽ ഓർത്തോളണം, ആരും ഇവിടെ തന്നെ നിൽക്കുന്നതല്ല. അനേകരുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും കൈത്താങ്ങലും ഉപദേശവും ഇതെല്ലാം കൊണ്ട് നിൽക്കുന്നതാണ്. നിലനിർത്താൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് മാനിച്ചേക്കണം, ഒന്ന് സ്വോത്രമെങ്കിലും പറഞ്ഞേക്കണം അവരെ ഓർത്ത്. കാരണം
തകർന്നു പോകേണ്ട സ്ഥാനത്ത് കൊച്ചു കൊച്ചു വചനങ്ങളിലൂടെയും ചെറിയ ചെറിയ പ്രാർത്ഥനയിലൂടെയും ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് തണുപ്പിച്ചും സ്വാധീനിപ്പിച്ചും നമ്മുടെ അടുക്ക വന്നും നമ്മെ നിലനിർത്തുന്നവർക്കായി സ്തോത്രം. പറഞ്ഞു വന്ന കൂടെ പൗലോസിനെക്കുറിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. സഭകളുടെ നിലനിൽപ്പിന് വേണ്ടി ഇദ്ദേഹം ബിസിയാണ്. ഇന്ന് നമ്മുടെ ഈ വാക്യത്തിൽ നിന്ന് എന്നെ ദൈവാത്മാവ് ചിന്തിപ്പിച്ചത്, നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തന്നത്, ഒന്ന്, ഒരു നിമിഷം പോലും ഒരു മണിക്കൂർ പോലും വെറുതെ കളയരുത്. തിരക്കായിരിക്കണം, ബിസിയായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നാം ഏത് കാര്യത്തിലാണ് ബിസിയാകുന്നത് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അവിടെയാണ് നാം ആരാണെന്ന് തെളിയുന്നത്. അവിടെയാണ് നിത്യതയിൽ നമ്മുടെ പ്രതിഫലം നിശ്ചയിക്കുന്നത്. നാം ആരുടെ വിഷയത്തിൽ, ഏത് കാര്യത്തിൽ, എന്തടപാടിലാണ് ബിസിയായിരിക്കുന്നത്. യൗവനക്കാരികളെ, വിദ്യാർത്ഥികളെ, കർത്തൃദാസന്മാരെ, വീട്ടമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവരോടും ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ എൻ്റെ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പങ്കുവയ്ക്കുക. വിദ്യാഭ്യാസകാലത്ത് വിദ്യാഭ്യാസത്തിൽ ബിസിയാകുക എന്നുള്ളത് നിൻ്റെ വിജയം നിശ്ചയിക്കുന്നതാണ്. അതിന് തർക്കമില്ലല്ലോ. കലാലയ രാഷ്ട്രീയം, പിന്നെ ചില കമ്പനി കൂടൽ, പിന്നെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ശരീരത്തിന് സുഖം നൽകുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളിൽ ഇഞ്ചക്റ്റ് ചെയ്തും നമ്മളതിനെ ആസ്വദിച്ചും ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ പലതിലേക്കും മാറിപ്പോയ പലരും ജീവിതത്തിൽ ഇവിടെ ഒതുങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ഇതൊക്കെ നല്ലത്. നാം ഏതിൽ ബിസിയാകുന്നു എന്നുള്ളത് നമ്മുടെ കരിയറിനെ നിശ്ചയിക്കും, നമ്മുടെ നിത്യതയെ നിശ്ചയിക്കും, നമ്മുടെ ഭാവിയെ നിശ്ചയിക്കും, നമ്മുടെ ഉയർച്ചയെ നിശ്ചയിക്കും. നമ്മൾ ഏത് കാര്യത്തിലാണ് ബിസിയായിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചില വീട്ടിലെ ആൻറ്റിമാരും അമ്മമാരും അടുക്കളയിൽ അങ്ങ് ബിസിയാണ്. അത്യാവശ്യം നല്ല ആഹാരം ഉണ്ടാക്കണം, വെറൈറ്റി ഉണ്ടാക്കണം, ഉണ്ടാക്കിയ രുചികരമായിരിക്കണം. അതൊക്കെ ഒരു വലിയ കൃപയാട്ടോ, വലിയ കൃപയാണ്. അതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തേക്കണം. ആരെങ്കിലും മുഖസ്തുതി പറയുകയല്ല, നന്നായി, നിങ്ങൾക്കറിയാലോ, നല്ല ആഹാരം പാകം ചെയ്യാൻ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എനിക്കത് തന്നല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്യണം. ചിലർ ചായ ഉണ്ടാക്കിയാൽ പോലും നമുക്ക് പിന്നെ വേറെ അന്നത്തെ ദിവസം ഒരു പണി നടക്കുകയില്ല. എങ്കിലും ദൈവം നിങ്ങൾക്ക് പലർക്കും കൃപ തന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം, അടുക്കളയിൽ മാത്രം ബിസിയായി എന്നും വെറൈറ്റി ഫുഡ്, യൂട്യൂബ് തപ്പിയെടുത്ത് പുതിയൊരു സാധനം നമ്മൾ ഉണ്ടാക്കി, അതാദ്യം ഉണ്ടാക്കിയത് ശരിയായില്ല, ആ കാശ് കളഞ്ഞു, പിന്നെ അച്ചാച്ചനെ വിട്ട് പിന്നെ മേടിപ്പിച്ചു, അത് പിന്നെ ഉണ്ടാക്കി, അങ്ങനെ ഇതിനകത്ത് കിടന്ന് ബിസിയായി. മാർത്തയെക്കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നില്ല, അങ്ങ് ബിസിയാ മാർത്ത. ഇത് പരാതിയാണ്. അവൾ എൻ്റെ പാത്രം പോലും കഴുകി വയ്ക്കുകയില്ല, അവൾ വേറെ കാര്യത്തിൽ ബിസിയാണ്. ഞാൻ പാത്രം കഴുകരുത്, മുറി തൂത്തുവാരരുത് എന്നൊന്നുമല്ല ഈ പറയുന്നത്. നമ്മൾ ഏതിൽ ബിസിയായിരിക്കുന്നു എന്നുള്ളത് നമ്മളെ വളരെ ബാധിക്കും കേട്ടോ. മക്കളെ വളർത്തുന്നതിൽ ചിലരങ്ങ് ബിസിയാണ്. മക്കളെ വളർത്തി 5-6 പേരെ കിട്ടി, അല്ലെങ്കിൽ 3-4 പേരെ കിട്ടി, അവരങ്ങ് ജയിച്ചു പഠിച്ചു പോയി കല്യാണം കഴിച്ച് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടാക്കി, ഉണ്ടായവരെ ഇവിടെ കൊണ്ട് തന്നു. ആ കൊച്ചുമക്കളെ വളർത്തുന്നതിൽ ബിസിയായി. ഇതെല്ലാം വേണം. പക്ഷെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നാം കണക്കും കൂടി പറയണ്ടേ. ചില നല്ല കർത്തൃദാസന്മാരടക്കം ചിലരുണ്ട്, ലോകത്തിലെ എല്ലാ ലൊട്ടിലൊടുക്ക സംഘടനയിലെല്ലാം ചെന്ന് തലയിടും. അതിൻ്റെയൊക്കെ പേട്രനായി, പ്രസിഡൻ്റായി, ട്രഷറായി, കമ്മിറ്റി മെമ്പറായി. പിന്നെ ഇതെല്ലാം ചുവന്നുകൊണ്ട് നടക്കണ്ടേ. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ സംഘടനയിലോ ആരെങ്കിലും ഒരാളാകുന്നത് ഒരു സന്തോഷം. പക്ഷെ കൈ കിട്ടുന്നതെല്ലാം കക്ഷത്തിൽ വെച്ചാൽ പ്രാർത്ഥിക്കാൻ പോലും നേരം കിട്ടിയാല. ഇപ്പം നമ്മൾ എന്തിൽ ബിസിയാകുന്നു എന്നത് ഭയങ്കര കാര്യമാണ്. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ലാബാൻ്റെ വീട്ടിൽ നിന്നിട്ട് 10-20 വർഷം കഴിയുമ്പോൾ പറയുക, ഞാനിനി എനിക്ക് വേണ്ടി, എൻ്റെ വീടിന് വേണ്ടി എപ്പോൾ ചിന്തിക്കും, എപ്പോൾ വിചാരിക്കും. അതിനർത്ഥം എന്താ? ആയുസ് മുഴുവൻ മുതലാളിക്ക് വേണ്ടി ബിസിയായി. ലാബാൻ അമ്മാച്ചനാണ്, അമ്മായിയപ്പനാണ്. പക്ഷെ അതിലുപരി അദ്ദേഹം മിടുക്കനാ. പുള്ളി അമ്മായിയപ്പനാണോ അമ്മാച്ചനാണോ നോക്കിയില്ല, ഒരു കമ്പനി മുതലാളിയായിട്ട് ജോലി കൊടുത്തു ആടുകളെ തീറ്റാൻ. അതിൽ പുള്ളി ഭയങ്കര കർക്കശക്കാരനായിരുന്നു.
അപ്പം അങ്ങനെ പ്രസാദിപ്പിച്ച് ലക്ഷ്യസ്ഥാനം നിറവേറ്റിയെടുക്കാൻ വേണ്ടി യാക്കോബ് ആ കാര്യത്തിൽ അങ്ങ് ബിസിയായി. ഓർത്തോളണം, ആത്മീക കാര്യത്തിൽ യാതൊരു തിരക്കും നമുക്കില്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യം, കൂട്ടായ്മയുടെ കാര്യം, വേദപുസ്തകം വായിക്കുന്ന കാര്യം, ഉപവസിക്കുന്ന കാര്യം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഓർക്കാറുണ്ടോ? കർത്താവുമായിട്ട് തനിച്ചിരുന്ന് ദൈവസന്നിധിയിൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യം ചിന്തിക്കാറുണ്ടോ? ആ കാര്യത്തിൽ ബിസിയാണോ? സ്പിരിച്വലി, ആത്മീയത്തിൽ തിരക്കല്ലാത്തൊരു മനുഷ്യൻ ക്രിസ്തീയ ജീവിതത്തിൽ പോലും വിജയിക്കാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാർ തിരുവചനത്തിൽ, പേഴ്സണൽ പ്രയറിൽ, വചനധ്യാനത്തിൽ, ദൈവീകമായിരിക്കുന്ന കാര്യത്തിൽ, സഭാ വളർച്ചയിൽ, ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ ബിസി അല്ലെങ്കിൽ പാഴാകും കേട്ടോ, പാഴാകും. ഇന്ന് തീരുമാനിക്കണം, നമ്മെ തന്നെ വിലയിരുത്തണം. ഈ ഒരാഴ്ച, പിന്നെ ശനി ഞായറും കൂടി പോട്ടെ, നെക്സ്റ്റ് വീക്ക് ജൂലൈ മാസത്തിലേക്ക് കടക്കാൻ പോവല്ലേ, 1 വീക്ക് നാം നമ്മെ തന്നെ പരിശോധിക്കും. ഞാൻ ഏത് കാര്യത്തിലാണ് ഏറ്റവും ബിസി? പറമ്പിൽ നിന്ന് കയറാതെ ഉള്ള മാവും ചക്കയും ഇതെല്ലാം, കൃഷിയൊക്കെ നല്ലതാ അച്ചാച്ച. കണ്ണി കിട്ടുന്ന എല്ലാ ലൊട്ടിലൂടൊക്കെ തയ്യും മേടിച്ചുകൊണ്ട് വന്നു 250, 350, 400 രൂപയ്ക്ക്. പിന്നെ അതിന് പിള്ളേരെ വളർത്തുന്നതൊക്കെ കഷ്ടമാണ്. എന്നെങ്കിലും ഒരു ചക്കയും ഒരു മാങ്ങയൊക്കെ വേണം. പക്ഷേ ലോകത്തിലില്ലാത്ത, അങ്ങ് യൂറോപ്പിൽ വളരുന്ന സാധനം ഈ കരിമ്പാറയുടെ ഇടയിൽ കൊണ്ട് നട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ കിടന്ന് ജന്മം പാഴാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഒരു കൊച്ചു പാ മേടിച്ച് മുറിക്കകത്തിട്ടിട്ട് ദൈവത്തിൻ്റെ കാൽക്കൽ നെടുമ്പാട് കിടക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരും ഫോറിൻ ഫുഡ്സ്. ഇല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് അവിടെ കൊണ്ടുപോയിട്ട് തിന്ന് നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ലോകത്തിൽ ആരും ആസ്വദിക്കാത്തത് നല്ല രാജ്യത്ത് പോയി മരത്തേന്ന് പറിച്ച് തിന്നാൻ അനുവദിക്കും. ആ വളരാത്ത ചെടി ഇവിടെ കൊണ്ട് നട്ട് വെറുതെ മെനക്കെട്ട് ബിസിയാകുന്നതിനേക്കാൾ നല്ലത് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് നീ ഫലം കായ്ക്കാൻ നോക്ക്. പിണക്കം ഉണ്ടാകരുത്. നട്ട ചെടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മേടിക്കുമ്പോൾ ചിന്തിക്കുന്നവരൊന്നോടെ ചിന്തിച്ചിട്ട് മേടിക്ക്. മെനക്കേടുണ്ടാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തതിനേക്കാൾ നല്ലത് ഒരു ഗുണമില്ലാത്ത കുറേ ജീവികളെ മേടിച്ച് വളർത്തും. ഞായറാഴ്ച ഇതിനെ നോക്കിയിരിക്കും. പള്ളിയിൽ പോകാൻ പോലും നേരമില്ല. കണ്ട കാക്കയും പ്രാവും താറാവും പക്ഷിയും എല്ലാം മേടിച്ച് മുറ്റത്തങ്ങ് വളർത്തും. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ 1-2 വളർത്ത്. പക്ഷേ ഇതിൽ ബിസി ആയാൽ സ്വർഗത്തിൽ പോവോ? അവിടെ ചെല്ലുമ്പോൾ വല്ലതും കിട്ടുമോ? നാം എന്തിൽ ബിസി ആയിരിക്കുന്നു ചിന്തിച്ചോളണം കേട്ടോ. പഠിക്കുന്നവർ പഠനത്തിൽ ബിസി ആകട്ടെ. എങ്കിലും കർത്താവിന് വേണ്ടി ഒരല്പം കൂടി തിരക്കാകാൻ നമുക്കൊന്നോടെ നമ്മളെ ട്യൂൺ ചെയ്യാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഭൂമിയിൽ ഞങ്ങൾ അലസരാകരുത്, ഉദാസീനരാകരുത്, മടിയരാകരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞങ്ങൾ ഏതിൽ തിരക്കാകുന്നു എന്നത് അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇന്ന് ഞങ്ങളോട് പറഞ്ഞതിൽ നന്ദി അപ്പ. ഞാൻ ഉൾപ്പെടെ വിനീതരാകുന്നു, വിധേയപ്പെടുന്നു. വേണ്ടാത്ത കാര്യത്തിൽ തിരക്കാകാൻ ഒരിക്കലും ഞങ്ങളെ ഇടയാക്കല്ലേ. ആരെങ്കിലുമൊക്കെ വന്ന് ഞങ്ങളെ എൻഗേജഡാക്കല്ലേ. ദൈവം കരുതണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും നേരാമണ്ണം നടത്തി ജീവിതം വിജയിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ.